നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് അതിനെ വർജിക്കാൻ, അതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നല്ല ക്ഷമ ആവശ്യമാണ്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ബുദ്ധിമുട്ട് വരുമ്പോൾ, സാമ്പത്തികമായ ശാരീരികമായ ഞെരുക്കങ്ങൾ വരുമ്പോൾ ആ സമയത്ത് ക്ഷമിക്കുക. ഈ മൂന്നിനും അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. അല്ലെങ്കിലും ഈ ക്ഷമക്ക് അല്ലാഹു കണക്കില്ലാതെ കൊടുക്കുന്നു. ഖുർആൻ എന്ന് പറയുന്നത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലർക്ക് കയ്യും കണക്കുമില്ലാതെ നൽകപ്പെടും പ്രതിഫലം. എല്ലാത്തിനും കണക്കുണ്ടാവും. എന്നാൽ ക്ഷമിക്കുന്ന ആൾക്കാർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു. ഇനി അവർക്കൊരു സ്പെഷ്യലായിട്ട് അല്ലാഹു കൊടുക്കലുണ്ട്. ഒരു ഹദീസിലുണ്ട്, നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ ഒരാൾ നല്ല ക്ഷമ കൈകൊണ്ടാൽ അല്ലാഹു അവനിക്ക് പ്രത്യേകം 600 ദറജ നാളെ സ്വർഗത്തിൽ നൽകുന്ന പദവി. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയത്തിൽ നല്ല ക്ഷമ കൈകൊണ്ടാൽ അതിന് അല്ലാഹു 900 ദറജ നൽകുന്നതാണ്. രോഗം വരുമ്പോഴും സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോഴും അത്തരം ഘട്ടങ്ങളിൽ ഒരാൾ ക്ഷമിച്ചാൽ അല്ലാഹു അവനിക്ക് 300 ദറജ നൽകുന്നതാണ്. അപ്പൊ ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തെറ്റിന്ന് വിട്ടു നിൽക്കാൻ. അതുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അതിന് നല്ല ക്ഷമ വേണം. ആ ക്ഷമക്ക് 900 ദറജ നൽകും. അല്ലേ? ഈ നല്ല കാര്യങ്ങൾ നിരന്തരം ചെയ്യാനാണ് പ്രയാസം. അതിനാ പ്രയാസം. എന്തെങ്കിലും 4 റക്അത്ത് നിസ്കരിക്കാൻ പണിയില്ല. മുടങ്ങാതെ അള്ളാഹുവിന്റെ ആ കൽപ്പന നടപ്പിൽ വരുത്തുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാണ്. അല്ലെ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പെയിന്റിംഗ് നടത്തുന്ന ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യുമ്മലൊക്കെ പെയിന്റായ സമയത്ത്, ഉച്ച സമയത്ത് ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ പെയിന്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വന്ന് വീണ്ടും ആ ജോലിക്ക് പ്രവേശിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ നല്ല ക്ഷമാണ്. ഇല്ലെങ്കിലോ ളുഹർ കളാണ്. സെൻട്രിങ്ങിന്റെ പണിയെടുക്കുന്ന ഒരു സഹോദരൻ ചിലപ്പോൾ വരന്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാവില്ല. ആർക്കും ബുദ്ധിമുട്ട്. നല്ല ക്ഷമ വേണത്. നല്ല ക്ഷമ. ഒരു കടയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ ആ നിസ്കാരത്തിന്റെ സമയത്ത് കൃത്യമായി പള്ളിയിൽ ഓടി വന്ന് വേഗം നിസ്കരിച്ചു പോകാൻ നല്ല ക്ഷമ വേണം. മനസ്സ് സമ്മതിക്കൂല, ശരീരം സമ്മതിക്കൂല. അത് ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ ക്ഷമ ഉണ്ടെങ്കിൽ അസർ നിസ്കരിക്കുമ്പോൾ ആ ഖലാ കിട്ടാൻ തീരുമാനം. ഒരു കല്യാണത്തിന് പോയതാണ് നമ്മൾ. 2:30 മണിക്കാണ് ചോറ് കിട്ടുന്നത്. നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത പള്ളിയിലേക്ക് മറ്റു പോകാൻ എളുപ്പമാണ്. ഭാര്യ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന 3 മണിക്കായിരിക്കും. ഇനി സഹോദര വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഒരുപക്ഷെ എന്നുള്ള ളുഹർ നിസ്കാരം നഷ്ടപ്പെടും. അപ്പൊ ആ വീട്ടിൽ നിന്ന് നമ്മുടെ സഹോദരി, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾ ആ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ആ വീട്ടുകാരോട് നിസ്കാരക്കുപ്പായം ചോദിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അതേ കഴിയൂല. അതൊക്കെ ബുദ്ധിമുട്ടാൻ തീരുമാനിക്കും. ഇതാണ് സഹോദര, കർമ്മങ്ങൾ നിരന്തരം ചെയ്യാൻ നല്ല ക്ഷമ ആവശ്യമാണ്. അങ്ങനെയുള്ള ക്ഷമാശീലർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകുന്നു. ഇതുപോലെ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നിരന്തരം വിട്ടുനിൽക്കാൻ നല്ല ക്ഷമ വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് തെറ്റുകളുടെ ആധിക്യം അത് ശരിയാണ് എന്ന് തോന്നുന്ന കാലമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്. അല്ലാഹു പറയുന്നു, ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ മാഇദ സൂറത്തിലൂടെ പറയുന്ന പ്രധാനമായ വചനമാണ്, നബിയെ, നന്മയും തിന്മയും ഒരിക്കലും സമമല്ല, നല്ലതും ചീത്തയും ഒരിക്കലും സമമല്ല എന്ന് താങ്കൾ ജനങ്ങളോട് പറയണം. തെറ്റുകളുടെ ആധിക്യം അത് താങ്കളെ ആശ്ചര്യപ്പെടുത്തിയാലും അല്ലാഹുവിന്റെ തിരുദൂതരോട് പറഞ്ഞു, ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളാകുന്നതിനു വേണ്ടി ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് തഖ്വ വേണം. അവ തെറ്റുകളുടെ ആധിക്യം നമുക്ക് ശരിയാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. എല്ലാവരും തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റുകളൊക്കെ ശരിയാണെന്ന തോന്നൽ വരും.
അതുകൊണ്ട് തന്നെ തെറ്റുകൾ നിന്ന് വിട്ടുനിൽക്കാൻ ചില കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്, പ്രശ്നമില്ലാതായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ചില ആളുകൾ പരിഹസിക്കും. ക്ഷമയില്ലെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല ക്ഷമ ഈ വിഷയത്തിൽ വേണം. അതാണ് ഇവിടെയും അല്ലാഹുവിന്റെ തിരുദൂതരോട് പറഞ്ഞത്, ഫസ്ബിർ സബ്റൻ ജമീലാ, ഭംഗിയായ രൂപത്തിൽ ക്ഷമിച്ചോളൂ. അപ്പൊ 900 ദറജയാണ് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയത്തിൽ ഒരാളെ ക്ഷമിച്ചാൽ അല്ലാഹു നൽകും. അത്രമാത്രമല്ല, 900 ദറജ എന്ന് പറഞ്ഞാൽ ഒരു 900 രൂപ പോലെ കരുതരുത്. 2 ദറജകൾക്കിടയിലുള്ള അകലം ആകാശഭൂമികൾക്കിടയിലുള്ള അകലമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുന്നത്. 2 ദറജകൾക്കിടയിലുള്ള അകലം ആകാശഭൂമികൾക്കിടയിലുള്ള അകലമുണ്ട് എന്ന് ഹദീസ്. ഇനി രോഗം വരുമ്പോഴും അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ നല്ല ക്ഷമ കൈകൊണ്ടാലോ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് 300 ദറജയാണ്. അതും 2 ദറജകൾക്കിടയിലുള്ള അകലം ആകാശഭൂമികൾക്കിടയിലുള്ള അകലമുണ്ട് എന്ന് ഹദീസിലുണ്ട്. അള്ളാഹു നല്ല രൂപത്തിൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല സൂറത്തുൽ ബഖറയിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. ഒരായത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നിസ്കരിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അൽ-ബഖറ സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, തീർച്ചയായിട്ടും അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാകുന്നു. ആ പ്രയോഗം നോക്കി, അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. പോരെ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരോട് ഒപ്പമാകുന്നു. അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാകുന്നു. അപ്പൊ നല്ല ക്ഷമ വേണം. ഏത് ഘട്ടത്തിലും ക്ഷമ കൈകൊള്ളണം. ആദ്യ ഘട്ടത്തിലാണ് ക്ഷമിക്കുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരിക്കൽ ഒരു ഖബർസ്ഥാനിയിലൂടെ തന്നെ പോകാം. അപ്പോൾ ഒരു സ്ത്രീ ഖബർസ്ഥാനിയിൽ നിന്നിട്ട് വല്ലാതെ ബഹളം വെക്കുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾക്കുണ്ട്, ആരെങ്കിലുമൊക്കെ മരിച്ചാൽ എന്തെങ്കിലുമൊക്കെ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് തറയിൽ കിടന്ന് ഉരുണ്ട് അവിടെ മുടിയൊക്കെ അവർ തന്നെ സ്വയം വലിച്ച് കുപ്പായത്തിന്റെ മാറ് അവരെന്നെ വലിച്ച് കീറുന്ന അവസ്ഥ. അതൊക്കെ നിരോധിക്കപ്പെട്ടതാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ ഖബർസ്ഥാനിയിൽ വന്നിട്ട് ഒരു പെണ്ണ് വിഷമത്തോടുകൂടെ എന്തൊക്കെയോ പറഞ്ഞ് കരയാം. അള്ളാന്റെ തിരുദൂതർ അവരോട് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, ക്ഷമിക്കണം. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്റെ മുസീബത്ത് നിങ്ങൾക്ക് എത്തിയിട്ടില്ലല്ലോ. അതായത് ഇത് അള്ളാഹുവിന്റെ തിരുദൂതരാണ് തന്നെ ഉപദേശിക്കുന്നത് എന്നറിയാതെ അള്ളാന്റെ തിരുദൂതരോട് തട്ടിക്കേറി ഈ സ്ത്രീ. ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിൽ അള്ളാന്റെ തിരുദൂതർ അവിടെ നിന്ന് വേഗം മടങ്ങി. ഇത് കണ്ട ഒരാൾ ഈ പെണ്ണിനോട് ചെന്ന് പറഞ്ഞു, നീ ആരോടാ തട്ടിക്കേറിയത്, കയർത്ത് സംസാരിച്ചത്? അള്ളാഹുവിന്റെ തിരുദൂതരോടാണ്, അത് മുഹമ്മദ് നബിയായിരുന്നു. അതോടുകൂടെ ആ പെണ്ണിന് മരിച്ചതിലേറെ സങ്കടം. അള്ളാന്റെ തിരുദൂതർ തട്ടിക്കേറിയ വിഷയത്തിലായി. ആ പെണ്ണ് നബിയുടെ പിന്നാലെ ഓടി വന്നു, അള്ളാന്റെ തിരുദൂതരുടെ മാപ്പ് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഒരു ദുരന്തം വരും, ആദ്യഘട്ടത്തിൽ ക്ഷമിക്കും. അതിന് വലിയ കൂലി. ക്ഷമ എന്ന് പറഞ്ഞത് വല്ലാത്തൊരായുധമാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ പലപ്പോഴും പല ദുരന്തങ്ങളും. ചില ആളുകൾക്ക് ഭയങ്കര ദേഷ്യമായി, കത്തിക്കുത്തും കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. ഒരാളെങ്കിലും ക്ഷമിച്ചാൽ മതി, എന്ന പ്രശ്നം ഒഴിവായി കിട്ടില്ല. 2 കൈകളും കൂടി കൂടുമ്പോഴേ എന്ത് വരുള്ളൂ, ശബ്ദം വരുള്ളൂ. അടിക്കുമ്പോൾ ഒരു കൈ അടിക്കാൻ പോകുമ്പോൾ മറ്റേ കൈ സഹകരിച്ചില്ലെങ്കിൽ ആ ശബ്ദം പോകില്ല. ഒരാൾക്കെങ്കിലും ക്ഷമ ഉണ്ടായി ചില കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ അതിന് വലിയ കൂലിയാണ്. അള്ളാഹു വലിയ കൂലി നൽകുന്നു. അള്ളാഹു നല്ല ക്ഷമാശീലനാണല്ലോ, സഹനശീലനാണല്ലോ.
അതുകൊണ്ടാണല്ലോ നമുക്ക് ശിക്ഷ വരാത്തത്. പിന്നെ നമ്മളെന്താ പരസ്പരം ക്ഷമിക്കേണ്ട അവസ്ഥയിൽ നമ്മളെന്താ ക്ഷമിക്കാത്തത്? വിട്ടുവീഴ്ച ചെയ്യേണ്ട അടുത്ത് വിട്ടുവീഴ്ച ചെയ്യണം, ക്ഷമിക്കേണ്ട അടുത്ത് ക്ഷമിക്കണം. പലപ്പോഴും അത് കാണുന്നില്ല എന്നതാണ് അല്ലാഹു തആല നബിയോട് പറയുന്നത്. ഫസ്ബിർ സബ്റൻ ജമീലാ, ഭംഗിയായ രൂപത്തിൽ ക്ഷമിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ, തീർച്ചയായിട്ടും ആ സത്യനിഷേധികൾ, ശത്രുക്കൾ, അവർ ആ ശിക്ഷയെ വിദൂരത്തായിട്ടാണ് കാണുന്നത്. പക്ഷേ വനറാഹു ഖരീബാ, നാം അതിനെ കാണുന്നത് സമീപസ്ഥമായിട്ടാണ്. അവര് ആ ശിക്ഷയെ കാണുന്നത് വളരെ ദൂരെയായിട്ടാണ്. അപ്പൊ അടുത്തൊന്നും വരില്ല എന്നാണ് കരുതുന്നത്. പക്ഷേ നമ്മളത് അടുത്ത് തന്നെ കാണുന്നു. അതാണ് ബദറിൽ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ കൊടുത്തത്. ചിലപ്പോൾ അല്ലാഹു തആല ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കും. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ദുനിയാവിൽ നിന്ന് അല്ലാഹു ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഹൂദ് നബിയുടെ ജനതക്ക്, സ്വാലിഹ് നബിയുടെ ജനതക്ക്, ലൂത്ത് നബിയുടെ ജനതക്ക്, നൂഹ് നബിയുടെ ജനതക്ക്, അങ്ങനെ ഒരുപാട് ജനതയെ അല്ലാഹു ശുഐബ് നബിയുടെ ആളുകൾ അടക്കം അല്ലാഹു ഈ ദുനിയാവിൽ നിന്ന് ഭൂകമ്പവും അതുപോലെ തന്നെ അതിശക്തമായ കൊടുങ്കാറ്റും തീമഴയും ഇങ്ങനെ പലതും അല്ലാഹു നൽകി. ഇവർക്ക് മക്കയിലുള്ള ആളുകൾക്ക് ബദറിൽ നട്ടലൊടിയുന്നൊരവസ്ഥ അല്ലാഹു നൽകിയിരുന്നു. അത് ദുനിയാവിലെ ശിക്ഷ. ആഖിറത്തിലെ ശിക്ഷ വേറെ വരുന്നു. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു, എന്നാണ് ആഖിറത്തിലെ ശിക്ഷ വരിക? യൗമ തകൂനു സ്സമാഉ കൽമുഹ്, അന്ന് ആകാശം എണ്ണക്കീടങ്ങളെ പോലെയാകും. വതകൂനുൽ ജിബാലു കൽഇഹ്, അന്ന് പർവ്വതങ്ങൾ കടയപ്പെട്ട രോമങ്ങളെ പോലെയാകും. നോക്കൂ, ഇന്ന് ആകാശത്തിന്റെ ഒരു ശക്തി എത്രയാണ്? എവിടെയും ഒരു വിള്ളലില്ല. തബാറക സൂറത്തിൽ അല്ലാഹു പറയുന്നില്ലേ, ആകാശത്തിലേക്ക് നോക്കാൻ എവിടെയും ഒരു ന്യൂനത കാണില്ല. നിന്റെ ദൃഷ്ടിയെ 2 വട്ടം ഒന്ന് ഉയർത്തി നോക്കൂ, പരാജയം സംഭവിച്ച് നിന്റെ കണ്ണുകൾ തിരിച്ചു വരും എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും വിശാലമായ തൂണില്ലാത്ത പന്തൽ ആകാശം, ആ ആകാശത്തിന് എവിടെയും ഒരു കുഴപ്പം കാണാൻ കഴിയില്ല. എവിടെയില്ല, ഒരു ന്യൂനത കാണാൻ കഴിയില്ല. എന്നാൽ ഇത്ര ബലിഷ്ഠമായ 7 ആകാശങ്ങൾ ഈ പറയപ്പെട്ട ഖിയാമത്ത് നാൾ വരുമ്പോ അത് വളരെ ദുർബലമാകും, എണ്ണക്കീടങ്ങളെപ്പോലെ. വതകൂനുൽ ജിബാലു കൽഇഹ്, അന്ന് പർവ്വതങ്ങൾ കടയപ്പെട്ട രോമങ്ങളെ പോലെയാകും. എന്താ പർവ്വതങ്ങളുടെ ഉറപ്പ്? ഖുർആൻ തന്നെ പറയുന്നത് ഭൂമിക്കൊരു ആണി അടിച്ചതുപോലെയാണ് പർവ്വതങ്ങൾ എന്നാണ്. വൽ ജിബാല ഔതാദ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. പർവ്വതങ്ങളെ അല്ലാഹു തആല ആണികളാക്കി. പർവ്വതങ്ങളെ അല്ലാഹു തആല ആണികളാക്കി ഖുർആനിൽ അല്ലാഹു പറയുന്നത് കൃത്യമായിട്ട്. എന്നാൽ ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാനുള്ള ഈ ആണി, ഈ ഉറച്ച ബലിഷ്ഠമായ പർവ്വതങ്ങൾ നാളെ കടയപ്പെട്ട രോമങ്ങളെ പോലെ ഒന്നാണ്. രോമം കടഞ്ഞിട്ട കാറ്റിനങ്ങനെ പാറും, തീരെ കനല്ല. ഇതുപോലെയാകും പർവ്വതങ്ങൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ടോ വേദനാജനകമായ ഒരവസ്ഥ പറയാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു ഉറ്റ സുഹൃത്തും ഒരു ഉറ്റ ബന്ധുവും ഒരു ബന്ധുവിനെ പറ്റി ചോദിക്കാത്ത ദിവസമാണത്. ഇന്ന് നമ്മൾ അന്വേഷിക്കും. എന്നും മഗ്‌രിബിന്റെ ശേഷം വെയിറ്റിംഗ് ഷെഡിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ എല്ലാ ദിവസവും വരുന്ന ഒരുത്തൻ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റൊരു ചോദിക്കും, അവനെന്ത് പറ്റി? അവന് അറ്റാക്ക് സംഭവിച്ചു, ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളുമ്പോൾ വരിയായിട്ട് പുറപ്പെടും. പിന്നെ അവിടുത്തെ അങ്ങനെ ആൾ പള്ളിയിൽ സ്ഥിരമായിട്ട് ജമാഅത്തിന് വരുന്ന ഒരാളെ കാണാനെങ്കിൽ ചോദിക്കും, അല്ല അയാളെവിടെ? അപ്പൊ പറയും അയാൾക്ക് സുഖമില്ല, ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അയാളെ സംരക്ഷിക്കാൻ. അപ്പോൾ അയാളെടുത്ത് പോകാൻ നല്ല ആളുകളുണ്ടാവും. എന്നും മദ്യപിക്കാൻ പോകുന്നവരിൽ ഒരാളെ കാണാനില്ല. എന്തേ? ആള് ഇന്നലെ രാത്രി കള്ളു കുടിച്ചു പോകുമ്പോ എവിടെ വീണ് കാല് മുറിഞ്ഞ് ആശുപത്രിയിലാണ്. ഇന്ന് നല്ലോണം സഹായിക്കും. കാരണം എന്താ? ആ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ. ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ അവനെ കള്ളുടിക്കാൻ വിടാതിരുന്നാലോ ഭയങ്കര സഹായമായിരിക്കും. ചിലപ്പോൾ വീട്ടുകാരോട് പറയുമ്പോൾ വരുന്ന വേണ്ട, ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചിലപ്പോൾ വള്ളത്തിലേക്കാരും വന്ന് പറയുന്നത് തീട്ടുമൂത്രമൊക്കെ ഞങ്ങൾ കളഞ്ഞോളാം. അവന്റെ ഭാര്യനോട് കുട്ടികളൊക്കെ നിങ്ങൾ തൽക്കാലം വരണം. അവർക്ക് സുഖമാണ്. ആശുപത്രിയിൽ നല്ല റൂമൊക്കെ എടുത്തിട്ട് കള്ളം അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലേ. ഇവിടെ ആർക്കും എന്തിനും താങ്ങാൻ ആളുകളുണ്ടാവും. എന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഒരു ഉറ്റ ബന്ധുവും മറ്റൊരു ബന്ധുവിനെ അന്വേഷിക്കാത്ത ദിവസമാണത്. ഒക്കെ സ്വന്തം കാര്യത്തിൽ നെട്ടോട്ടോടല്ലേ. ഇനി മാത്രല്ല യുബസ്വറൂനഹും, അവർ അന്യോന്യം കാണിക്കപ്പെടും. യവത്തിൽ മുജ്രിമു,
അന്നേരം കുറ്റവാളി കൊതിച്ചു പോകും. ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഅ്വീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുരീഖ്ലായാണ്. കുറ്റവാളികൾ അന്യോന്യം കാണുന്ന സന്ദർഭം അവർ പറഞ്ഞു പോകും, അല്ലാഹുവേ, ഈ ദിവസത്തിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ മക്കളുടെ സഹോദരങ്ങളെ, തന്റെ കുടുംബത്തിലുള്ളവരെ തനിക്ക് അഭയം നൽകിയവരെ എന്ന് വേണ്ട ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് എനിക്കൊരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓരോരുത്തരും കുതിച്ചു പോകുന്നതാണ്. നോക്കൂ, നാളെ പരലോകത്ത് വെച്ച് കുടുങ്ങിയ ആളുകൾ ഒരു കൊതിക്കുന്ന എന്താണ്? അല്ലാഹു തആല പറയാണ്, എന്താ കൊതിക്കുന്നത്? യവദ്ദുൽ മുജ്രിമു, കുറ്റവാളി കൊതിച്ചു പോകും. എന്താവും കൊതിക്കുന്നത്? ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീ, ഇന്നത്തെ ദിവസത്തെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ തന്റെ സന്താനങ്ങളെ പ്രായശ്ചിത്തം നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വസാഹിബതിഹി, തന്റെ ഭാര്യയെ നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ മക്കള് വലിയ സംഭവമാണ്, ഭാര്യ വലിയ സംഭവമാണ്. നാളെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തെറ്റ് ചെയ്യാണ്. നാളെ പരലോകത്ത് അള്ളാന്റെ ശിക്ഷ ലഭിക്കുമ്പോഴേ ഇവരെന്താ പറയുന്നത്? പടച്ചവനെ, എന്റെ മകനെ നിനക്ക് പ്രായശ്ചിത്തമായിട്ട് തരാം, എനിക്കൊരു രക്ഷ കിട്ടിയെങ്കിൽ. മകനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല. ഭാര്യ തരാം, എനിക്ക് രക്ഷ കിട്ടണം. തന്റെ ജ്യേഷ്ഠാനുജന്മാരെ നൽകാം, എനിക്ക് രക്ഷ കിട്ടിയാൽ മതി. തനിക്ക് അഭയം നൽകിയിരുന്ന തന്നെ ബന്ധുക്കളെ നൽകിയിട്ട് തനിക്കൊരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഭൂമിയിലുള്ളത് മുഴുവൻ പ്രായശ്ചിത്തമായിട്ട് തരാം റബ്ബേ, എനിക്കൊരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ കൊതിക്കുന്നു. അല്ലാഹു പറയുന്നത് കല്ലാ, വേണ്ട, ആ കൊതി കൊണ്ടൊരു പ്രയോജനവുമില്ല. ഇന്നഹാ ലവാ, അത് കത്തിയാളുന്ന നരകമാണ്. നസ്സാഅത്തുൽ ലിശ്ശവാ, അത് അവന്റെ ശരീരത്തിലെ തൊലിയെ പൊളിച്ചു കളയുന്നതാണ്. നല്ല ശ്രദ്ധിക്കണം നമ്മൾ. ദുനിയാവിലെ മക്കൾക്ക് വേണ്ടി തെറ്റ് ചെയ്യുന്ന ഒരുപാട് പിതാക്കളുണ്ട്, ഒരുപാട് മാതാക്കളുണ്ട്. മക്കൾ ആവശ്യപ്പെടുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നു, മക്കൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് മുഴുവനും അവരെ പറഞ്ഞയക്കുന്നു, മക്കൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് മുഴുവനും അവരെ കൂടെ കൊണ്ടുപോകുന്നു. ഈ മക്കളൊന്നും നാളെ രക്ഷക്കുണ്ടാവില്ല. നാളെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നാളെ കൊതിക്കുന്ന എന്താ? അള്ളാന്റെ ശിക്ഷ വരുമ്പോ പടച്ചവന്റെ മക്കളെ തന്നിട്ട് എനിക്ക് രക്ഷ കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെ ഭാര്യയ്ക്ക് വേണ്ടി തെറ്റിയുന്ന എത്ര പേരുണ്ട്? എന്റെ ഒരു സുഹൃത്തെന്നോട് പറഞ്ഞു, ഒരാള് ഭാര്യ എപ്പോഴും പറയത്ര ഇയാളോട്, ഈ നമ്മൾ മാത്രമേ പിന്നെ സർക്കസ് കാണാൻ പോകാത്തവർ ഉള്ളൂ. അപ്പൊ ഇയാൾ പറഞ്ഞത്രേ, അന്യ ആണുങ്ങളോടുകൂടെ നമ്മളിങ്ങനെ ഇടപഴകി പോകുമ്പോ അത് മഹാഹറാമാണെന്ന് പറഞ്ഞപ്പോ ഇവള് പറയണത്രേ, മൂല്യന്മാര് വരെ അവിടെ ഉണ്ടാവും. അള്ളാഹു ആലം, അവളെ ആങ്ങളത്തെ വലിയ മൂല്യന്മാരുണ്ടാവും. അള്ളാഹു അത്ര കൃത്യമായിട്ട് പറയാം. മോലിയർ എന്ന മുസ്ലിയാർ അല്ലെ, മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മുസ്ലിഹ് ആർന്ന് അല്ലെങ്കിൽ മുസല്ലി ആർന്ന്. ഒരു മാസം ഓതാൻ പോയി ചാടിയ ഓണം മൂല്യരായി ജനങ്ങളെ കണക്ക്. എന്ത് തരികിട ഒപ്പിച്ചാലും മൂല്യർ ചെയ്തു എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ സഹോദര, മുസല്ലി ആർന്നാണ്. 6 ബഹുമാനപൂർവം എന്നാണ്, തമിഴാണ്. നിസ്കരിക്കുന്ന കാര്യപ്പെട്ട ആളെന്നുള്ള അർത്ഥത്തിൽ. മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ പരിഷ്കർത്താവ്. അപ്പൊ മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പരിഷ്കർത്താവ്. അതിങ്ങനെ പറഞ്ഞു മുസ്ലിഹ് എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞു വന്നാണ് മുസ്ലിയാർ. അത് കുറച്ചും കൂടി കളിയാക്കിയിട്ട് ചിലർക്ക് മോലിയർ എന്നൊക്കെ പറയും. ചിന്തിക്കണം സഹോദരൻ. അപ്പൊ ഭാര്യമാരെ ഓൽക്കൊരു തെറ്റ് ചെയ്യാൻ കൂടെ നിൽക്കാൻ ഏത് അടവും അവർ പ്രയോഗിക്കും. ശ്രദ്ധിച്ചോളൂ, ഒരിക്കലും കൂട്ടുനിൽക്കരുത് തെറ്റിന്. കാരണം നാളെ അവൾ നമ്മുടെ രക്ഷയ്ക്ക് വരില്ല. അവൾ അല്ലാഹുവോട് പറയുന്നത്, പടച്ചോനെ, എന്റെ ഭർത്താവിനെ തരാം, എനിക്ക് രക്ഷ നൽകണം. അത് പറയും. നമ്മളോടൊരു സ്നേഹം ഉണ്ടാവില്ല. അവിടെ ആരോടൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വിരല് കടിക്കുന്നൊരവസ്ഥ നമുക്ക് വരും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആനിൽ അല്ലാഹു സംബന്ധമായിട്ട് അനവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഒരായത്ത് നോക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂൻ.
ഖുർആന്റെ പ്രയോഗം നോക്കി. സത്യവിശ്വാസികളെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, സൂക്ഷിച്ചോളൂ. പരലോകത്ത് ഇവരെ നമുക്കെതിരാവും. നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ, അതായത് ഇണകൾ, അതുപോലെ നിങ്ങളുടെ മക്കൾ, അവരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹദറൂഹും, അവരെ സൂക്ഷിച്ചോളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല അതേ സൂറത്തിൽ തന്നെ ആയത്തിൽ പറഞ്ഞത്, ഇന്നമാ അംവാലുകും വ ഔലാദുകും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു ഫിത്നയാണ്, പരീക്ഷണം. ജയിക്കും ചെയ്യും, പരാജയപ്പെടും ചെയ്യും. രണ്ടും, മക്കളും സമ്പത്തും നമുക്കുണ്ടെങ്കിൽ അതൊരു പരീക്ഷണം, അതുവഴി നമുക്ക് വിജയിക്കാം. എന്നാൽ നേരെ മറിച്ച് പരാജയപ്പെടും ചെയ്യാം. നോക്കൂ, ഒരാളെ മകൻ ഇസ്ലാം പഠിക്കുകയാണ്, ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കാൻ പോയ കുട്ടിയാണ്. വയസ്സിൽ ആ കുട്ടിയുടെ കയ്യിൽ ഏകദേശ സമയങ്ങളൊക്കെ വരുന്നത് മുസാഫാണ്, പരിശുദ്ധ ഖുർആൻ. ചിന്തിക്കണം, ഖുർആൻ മുഴുവനും മനഃപാഠമാക്കാൻ പോയ ആ കുട്ടി 10 വയസ്സ് സമയത്ത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ആ കുട്ടിയുടെ കൈവശം, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ആ കുട്ടി അത് കാണാതെ പഠിക്കാം. എന്നാൽ സഹോദര, അതുപോലെയുള്ള ഒരുപാട് 10 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ സദാസമയവും മൊബൈലാണ്. അവരാ മൊബൈലിലൂടെ വൃത്തികെട്ടത് കാണുന്നു. അന്തരം നോക്കൂ നിങ്ങൾ. മതം പഠിക്കാൻ വേണ്ടി നമ്മുടെ പോകുന്ന നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെ പറ്റി പള്ളിയിലും മറ്റും ചടഞ്ഞിരുന്ന് പഠിക്കുമ്പോ ഒരു കൂട്ടരതാ കളിക്കുകയാണ്. രണ്ടും മക്കൾ തന്നെയാണ്, രണ്ടും മക്കളാണ്. ആദ്യം പറഞ്ഞത് വല്ലാത്തൊരു സമ്പത്താണ് ആ മാതാപിതാക്കൾ, രണ്ടാമത്തത് മഹാഫിത്നയായിട്ട് വരും. ഇതെല്ലാം നമ്മൾ കാണുന്നില്ലേ, നമ്മൾ അറിയുന്നില്ലേ? മനസ്സിലാക്കണം. നമ്മളൊക്കെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടാകണം, എന്റെ മോൻ നന്നാകണം, എന്റെ മോള് നന്നാവണം, അങ്ങനെ ചിന്ത വരണം. ഇല്ലെങ്കിൽ അവർ നാളെ നമ്മളെ പഠിക്കും. പരലോകത്ത് ഇവിടുത്തെ സ്നേഹവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സഹോദര. എന്റെ മാതാപിതാക്കളെ എന്റെ മുന്നിൽ ഹാജരാക്കിയാൽ ഞാൻ അവരെ നേരെ ഒന്ന് ചവിട്ടി നിൽക്കട്ടെ എന്ന് തെറ്റ് ചെയ്ത കുട്ടികൾ അവിടെ ആഗ്രഹിക്കും. അത്രേ, എന്റെ മാതാപിതാക്കൾ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ഇപ്പോൾ നമ്മൾ തർബിയത്ത് കൊടുക്കണം. ഇപ്പോൾ അവർക്ക് തർബിയത്ത് കൊടുക്കുമ്പോൾ, അവരെ സംസ്കരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വെറുപ്പുണ്ടാവും. തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തടയുമ്പോൾ വെറുപ്പുണ്ടാവും. പക്ഷെ നാളെ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാവും. അല്ലെങ്കിലോ ഒരു രക്ഷയിൽ ആരും രക്ഷപ്പെടുത്തില്ല. നമ്മൾ പിന്നെ എന്തിനാ വേറെ ആളെ കാത്തിക്കുന്നു? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് ആഖിർ നരകത്തിൽ പോകുമ്പോൾ തടയാൻ കഴിയോ? ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് തന്റെ പിതാവിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ആലോചിച്ച് നോക്ക്, ആരാ ഇബ്രാഹിം നബി? സ്വവാപ്പ നരകത്തിലേക്കാണ്, ഇബ്രാഹിം നബി സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കാണ്. ചിന്തിച്ചു നോക്ക്. 950 കൊല്ലം പ്രബോധനം ചെയ്ത സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഉലുൽ അസ്മുകളിൽ പ്രമുഖനായ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും നരകത്തിലേക്കാണ്. മനസ്സിലാക്കി? അവിടെ ഭാര്യനെ രക്ഷപ്പെടുത്താൻ കഴിയോ? ഭർത്താവ് സ്വർഗത്തിലേക്കാണ്, അവിടെ ഭാര്യ നേരെ നരകത്തിലേക്കാണ്. അതേസമയം ആസിയ റളിയല്ലാഹു തആല അൻഹ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദുനിയാവിൽ അവരുടെ ഭർത്താവായിരുന്ന ഫിർഔൻ നരകത്തിലെ ഭീകരമായ ശിക്ഷ ഏറ്റുവാങ്ങും. ആസിയ ബീവിയുടെ കല്യാണം നാളെ സ്വർഗത്തിൽ നടക്കും. അന്ത്യപ്രവാചകർ അവരെ വിവാഹം കഴിക്കും. അല്ലാഹു തആല മാതൃകയാക്കാൻ പറഞ്ഞ പെണ്ണാണ് ആസിയ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സത്യവിശ്വാസത്തിന് വലിയൊരു രേഖയായിട്ട്, തെളിവായിട്ട്, ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നു ആ പെണ്ണിനെ. അങ്ങനെയുള്ള ആ പെണ്ണ് സ്വർഗത്തിൽ പോകുമ്പോൾ ദുനിയാവിലെ ഭർത്താവായിരുന്ന ഫിർഔൻ അതാ നരകത്തിലേക്ക് പോവാൻ, അവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എത്ര സംഭവങ്ങൾ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു 100-ലധികം യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാനാണ്. നബിയോട് കൂടെയും അല്ലാതെയും
അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വാളുകൊണ്ട് ശത്രുവിന്റെ വെട്ടേൽക്കാത്ത, അമ്പിന്റെ കുന്തത്തിന്റെ കുത്തേൽക്കാത്ത ഒരു ഇടവുമില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നേരെ പിതാവായ വലീദ് നേരെ നരകത്തിലേക്കാണ്. ഞാൻ അവനെ സഖറിൽ കടത്തുമെന്ന് ഖുർആൻ പറഞ്ഞ നേരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ വലീദ് നരകത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി. സൈഫുമിൻ സുയൂഫില്ല, അല്ലെങ്കിൽ സൈഫുള്ള എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ആള്, അള്ളാന്റെ വാള്. അതാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. പിതാവോ നരകത്തിലേക്ക്. സഹോദര, 7 വരുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠാനുജന്മാർ നരകത്തിലേക്കാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ 7 ജ്യേഷ്ഠ സഹോദരന്മാർ അവർ നരകത്തിലേക്കാണ്. അവിടെ സഹോദരന്മാരെ രക്ഷപ്പെടുത്താൻ കഴിയോ? ഇല്ല, കഴിയൂല. അവിടെ ഒരു ബന്ധം വരെ പോകില്ല. എന്തിനേറെ ഈ റസൂലിനൊക്കെ സ്ഥാനമുണ്ട് അന്ത്യപ്രവാചകന്. അന്ത്യപ്രവാചകന്റെ പിതൃവ്യനായ അബൂലാബ് നരകത്തിലാണ്. റസൂലാരാ? ആ പേരിൽ അവിടെ ഇളവുണ്ടോ? ഇല്ല. ആ പേരിൽ അവിടെ ഇളവുണ്ടോ? ഇല്ല സഹോദര. ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ കറുത്തിരുണ്ട രൂപത്തിൽ ഒരു ഹിംസ്ര ജന്തുവിന്റെ കോലത്തിൽ കാണുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് പറഞ്ഞു നോക്കും, പഠിച്ചവന്റെ വാപ്പയുള്ളത് ഇല്ല. ഇബ്രാഹിം, അങ്ങനെ ഒരു ബന്ധം ഇവിടുത്തെ നടക്കൂല. ഇവിടെ നമുക്ക് എല്ലാറ്റിനും താങ്ങാനാവുന്നു ഇല്ലേ? കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ നേരത്തെ മഞ്ചേരിയിൽ ഒരു മുഹമ്മദ് കോയ കൊന്നിരുന്നു. അവനെ ആ പെൺകുട്ടിന്റെ അച്ഛൻ പിന്നെ കൊന്നു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവനെ ജാമ്യത്തിലെടുക്കാൻ ആളുണ്ടായില്ലേ? ആർക്കാളെ കിട്ടാത്ത? ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആളെ ജാമ്യത്തിലെടുക്കാൻ ആളില്ലേ? ഏത് തമ്മാടിത്തരത്തിനും എത്ര വൃത്തികേട് ചെയ്താലും അതിനൊക്കെ താങ്ങാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇത് ദുനിയാവിലെ നടക്കും, നാളെ ആഖിറത്തിലെ നടക്കൂല സഹോദര. ഭീകരമായ ശിക്ഷ കാണുമ്പോൾ ഓരോരുത്തരും കൊതിക്കും. എന്റെ മകനെ കൊടുത്തിട്ട്, എന്റെ സഹധർമ്മിണിയെ നൽകിയിട്ട്, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ നൽകിയിട്ട്, തനിക്ക് അഭയം നൽകിയിരുന്ന തന്റെ ബന്ധുക്കളെ കൊടുത്തിട്ട്. അതുകൊണ്ട് ബന്ധുക്കളാണെന്ന് കരുതിയിട്ട് തെറ്റിന് സഹായിക്കരുത്. തെറ്റായൊരു കാര്യത്തിന് ഒരിക്കലും സഹായിക്കരുത്. തന്റെ ഒരു ബന്ധു വന്നിട്ട് ചോദിക്കുക, സുഹൃത്തിന് 1000 തരോ? പോക്കറ്റിൽ പൈസ ഉണ്ടെന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ പൈസ ഉണ്ട്, 1000 രൂപ ആക്കി. അവർ ചോദിക്കാം, എന്തേ സുഹൃത്തെ? ഒന്നല്ല, ഞാൻ ബാറിൽ പോവാണ്. ഓ, ബാറിൽ പോകണമെന്ന് ഞാൻ തരില്ല. ബാറിൽ പോയി കള്ളു കുടിക്കാൻ ഞാൻ തൽക്കാലം ഞാൻ സഹായിക്കില്ല എന്ന് ഇവൻ പറയുമ്പോൾ അവൻ പറയാണ്, എന്നോട് വഴന്ന് പറയണ്ട, എന്നോട് 1000 ഞാൻ കടം ചോദിക്കാം. നമ്മൾ അപ്പടി കുടുംബക്കാരാണ്. 1000 തന്നവർ ഞാൻ 1000 അഞ്ച് പിന്നെ തരും. ഞാൻ കുടിക്കുന്നുണ്ടോ ഇല്ല എന്ന് വെച്ച് നോക്കണ്ട. നമ്മൾ തമ്മിൽ എത്ര ബന്ധമല്ലേ? ഈ പോകാൻ ചടപ്പിക്കണ്ട. തരില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും, ഇല്ലല്ലോ, ഇല്ല, നമുക്ക് കാണാം, എനക്കും ഒരു ആവശ്യം നീട്ടിക്കാം, നീ അലമ്പുണ്ടാക്കണം. സഹോദരൻ, നാളെ അവൻ പറയുന്നുണ്ട്, പഠിച്ചോനെ എനിക്കൊരു രക്ഷ കിട്ടാൻ തനിക്ക് അഭയം നൽകിയിരുന്ന ബന്ധുക്കളെ തരാമെന്ന്. എന്താ സഹായിക്കേണ്ട കാര്യം? ചെയ്യരുത്. അള്ളാഹു ഖുർആനിലൂടെ പറയാണ്, അവൻ കൊതിച്ചു പോവാൻ. അള്ളാഹു പറയുന്നത്, കല്ല, വേണ്ടടാ, ആ കൊതി കൊണ്ട് കാര്യമില്ല. എന്തൊരു മോഹാണ് അവന്. ഇന്നാലവാ, അത് കത്തിയാളുന്ന അഗ്നിയാണ്. അത് അവന്റെ തൊലിയെ അത് പറിച്ചു കളയുന്നതാണ്. വേറെ തൊലി വരും, വേറെ മാംസം വരും, വേറെ മജ്ജ തരും, വേറെ എല്ലുകൾ തരും. ദുനിയാവിൽ കത്തിക്കരിഞ്ഞുള്ള അവസ്ഥ, വെടിക്കത്ത് ദുരന്തത്തിൽ കത്തിക്കരിഞ്ഞ ആളുകളുടെ ശരീരം കണ്ടാൽ എത്ര ഭീകരമാണ്. നരകത്തിൽ അല്ലാഹു തആല നമ്മുടെ ശരീരത്തെ കത്തിക്കും, കരിയും, പുതിയ തൊലി വേറെ വരുന്നു. അതിനെ പൊളിച്ചു കളയുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്, ഇത് 1 വട്ടവും 2 വട്ടവും. പൊള്ളലേൽക്കാന്ന് പറഞ്ഞാലുള്ള അതിന്റെ ഒരു വേദന എത്തുന്ന പ്രയാസത്ര. പൊള്ളലേറ്റാളൊരു ബുദ്ധിമുട്ട് എത്രയാണ്. കാല് മുറിഞ്ഞാൽ കടന്നാൽ മതി, പൊള്ളലേറ്റാൽ കിടക്കാനും കഴിയൂല. ശരീരമാസകലം പൊള്ളലേറ്റാൽ സാധാരണ ബെഡിൽ കിടക്കുന്നത് പോലെ കിടക്കാൻ കഴിയൂല. അല്ലാഹു തീ പൊള്ളലേൽക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കുമാറാവട്ടെ. എന്താ ഇതൊക്കെ വരാൻ? വാഹനം മറിഞ്ഞ് കത്തി തീപിടുത്തത്തിൽ മരിക്കുന്നവരില്ല, അടുക്കാൻ കഴിയില്ല ആളുകളൊക്കെ. നമ്മൾ പലതും കണ്ടുപിടിച്ചു. എന്നാൽ അഗ്നിയുടെ ഒരു തീവ്രതത്തെ വിമാനങ്ങളൊക്കെ കത്തി അമരുന്നുണ്ട്, കത്തി എരിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭീകരത ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് നല്ല രൂപത്തിൽ പോകുമ്പോൾ വലിപ്പം നമ്മളറിയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളാണ്.
എന്തെങ്കിലും സംഭവിച്ചാൽ മഹാദുരന്തമായി വരും. തീ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടൊരു സംഗതിയാണ്, പക്ഷെ അതുകൊണ്ട് ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അതുകൊണ്ടാണ് അഗ്നി കൊണ്ട് ശിക്ഷിക്കാൻ അഗ്നിയെ പടച്ച അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് അള്ളാഹിന്റെ ദൂതരെ പഠിപ്പിച്ചു. ഒരിക്കലും യാത്രയിൽ 2-3 സംഭവം ഉണ്ടായി. ഏതാനും ഉറുമ്പുകളെ കരിച്ചത് കണ്ടു നിമിതം. അത് കണ്ട നിമിതങ്ങളാകെ ചൂടായി. ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചു. സ്വഹാബത്തിൽ ആരോ ചെയ്തതാ, ശല്യങ്ങളായതുകൊണ്ട് ചെയ്തതാണ്. അള്ളാഹിന്റെ തിരുവർ വല്ലാതെ ചൂടായിരുന്നു. അഗ്നി കൊണ്ട് ശിക്ഷിക്കാൻ അഗ്നിയുടെ ഉടമസ്ഥന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പഠിപ്പിച്ചു. നബിയുടെ സ്നേഹം നോക്കി ഉറുമ്പുകളോടാണ് സ്നേഹം. പക്ഷിക്കൂട്ടിൽ നിന്ന് ഒരു പക്ഷിക്കുഞ്ഞിനെടുത്ത് അത് കാരണം തള്ളപ്പക്ഷി വല്ലാതെ ബഹളം വെച്ചത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിന്റെ പേരിൽ നബി കയർത്ത് സംസാരിച്ചു. ആ പക്ഷിക്കുഞ്ഞിനെ ആ കൂട്ടിൽ തന്നെ വെപ്പിച്ചു. കാരണം അത് നാളെ പരലോകത്ത് അതിന്റെ പേരിൽ സമാധാനം പറയേണ്ടി വരുമെന്ന്. ഈ നബിയും ചിലരൊക്കെ തീവ്രവാദികളാണ്. ആടിനെ കറക്കുന്ന സമയത്ത് കയ്യും നഖമുണ്ടാകരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആടിന്റെ അകിടിൽ കൈ തട്ടിയിട്ട് ആ ആടിന്റെ അകിടിൽ മുറിവ് വന്നാൽ അത് പ്രയാസം വരുമെന്ന് ആലോചിച്ചു. അറവ് അള്ളാഹു അംഗീകരിച്ച കാര്യമാണ്. തിന്നാൻ പറ്റിയ ജീവികളെ അറുത്ത് തിന്നാൻ അതിനുപോലും ഡിമാൻഡ് വെച്ച് ഒരു ജീവി അറുക്കുമ്പോൾ മറ്റേ ജീവി അത് കാണരുത്. ഉദയത്തിനൊക്കെ വിഷമം വരും. നല്ല മൂർച്ചയുള്ള കത്തിയാകണം, വേഗത്തിൽ കഴിയണത്, ഇറങ്ങാറാകരുത് കൂടുതലും. എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അഗ്നി കൊണ്ട് ശിക്ഷിക്കാൻ യഥാർത്ഥത്തിൽ അഗ്നിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹു പറയുന്നത് നരകത്തിൽ തൊലികളെ ഊരിക്കളയും അത്. എന്നിട്ട് പറയുന്നു തതുഴൂമൻ അത് പറവത്തവല്ല, പിന്തിരിഞ്ഞു കളഞ്ഞ സത്യത്തെ അവഗണിച്ചു പോയ ആളുകളാ നരകം വിളിക്കും. ആ നരകത്തിലെത്തുന്ന രംഗമൊക്കെ അത് ഭീവത്സമാണ്, ഭീകരമാണ്. വല്ലാത്തൊരു ശബ്ദം ഉണ്ടാകും അത്ര നരകത്തിൽ. സഫീർ എന്ന് ഖുർആൻ പറഞ്ഞു. സഫീർ നരകത്തിൽ നിന്ന് വല്ലാത്ത ഒരു ഭീകരമായ ശബ്ദം. എന്നാൽ ഇവർക്ക് കേൾക്കില്ല. അത്ര ഇസ്രാ സൂറയിൽ പറയുന്നുണ്ട് നരകാവകാശികൾക്കൊരു അന്ധത കൊടുക്കും, അതുപോലെ തന്നെ ബധിരതയും മൂകതയും കൊടുക്കുന്നു. നമുക്ക് കേൾക്കൂല. എന്നാൽ നരകത്തിലെ ഭീകരമായ അവസ്ഥ, നലിം വെളി. സുബ്ഹാനല്ലാഹ്, എത്ര ഭീകരമായിരിക്കും അത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു പറയുന്നു എന്റെ ഈ ഒരു അവസ്ഥയിലെത്തിയത് അവന്റെ ഒരു സ്വഭാവം, വേണ്ടാത്തൊരു സ്വഭാവത്തെ അള്ളാഹു പറഞ്ഞെന്താ? തദോമന്നതുമറവത്തവല്ല, സത്യത്തെ അവഗണിച്ചവൻ, സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ, അവരെ ആ നരകം വിളിക്കും. ധനത്തെ ഒരുമിച്ച് കൂട്ടുകയും അതിനെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തവൻ. ധനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിന് പ്രശ്നമില്ല, ധനം സൂക്ഷിച്ചു വെക്കുന്നതിനും കുഴപ്പമില്ല. പിന്നെ ഏതാ പ്രശ്നം? അള്ളാഹുവിനോടുള്ള ഹക്ക് മറന്ന് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് സൂക്ഷിച്ചു വെക്കുകയും അതിൽ ശുഗലായി. നിങ്ങൾ ശ്രദ്ധിച്ചോളി, അള്ളാഹു പറയുന്നെന്താ? എന്തേ ഓനെ നരകത്തിൽ കിടക്കാൻ കാരണം? എന്താ ഈ ഭീകരമായ ശിക്ഷയുടെ കാരണം? എന്താ? അള്ളാഹു പറയുന്നത് അവൻ ധനത്തെ ഒരുമിച്ച് കൂട്ടിയവനും അതോടുകൂടെ അതിനെ സൂക്ഷിച്ചു വെച്ചവനുമാണ്. അവന്റെ പണി അതാണ്. കുറെ സമ്പത്തുണ്ടാക്കുക എന്നുള്ള ചിന്ത, അള്ളാഹുവോടുള്ള ഹക്ക് മറന്നുപോകും. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ എന്നോട് അനുഭവം പറയുന്നു. വെള്ളിയാഴ്ച ഡോക്ടറുടെ സമയത്ത് പോയി, ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോ ഹോസ്പിറ്റലിൽ ഡോക്ടറെ റൂമിന്റെ മുന്നിൽ OP-യിൽ വരി നിൽക്കുകയാണ്, കുറെ ആളുകൾ. അപ്പൊ ബാങ്ക് വെള്ളിയാഴ്ച അല്ലേ, ഡോക്ടർ മുസ്ലിമാണ്. അപ്പൊ എന്നോട് പറയുന്ന ഈ സഹോദരൻ അങ്ങനെ ചിന്തിച്ചു, ഇനിയിപ്പോ എന്തായാലും കാര്യമായിട്ട് പരിശോധന ഉണ്ടാവില്ലായിരിക്കും, ജുമക്ക് പോകണം. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നേഴ്സ് ആ പെൺകുട്ടിയോട് എന്നോട് പറഞ്ഞ ഈ സഹോദരൻ ഇനി ജുമ കഴിഞ്ഞിട്ട് വന്നാൽ പോരെ, ഏതായാലും ഡോക്ടർ ജുമക്ക് പോലെന്ന് വെച്ചു. പിന്നെ നേഴ്സ് പറയും ഡോക്ടർക്ക് അങ്ങനെ ജുമയൊന്നുമില്ല, ഡോക്ടർ 1:30 ചോറുണ്ടാൻ പോകും, നിങ്ങൾ പോയാൽ സമയം നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ഡോക്ടർ മുസ്ലിമാണ്, പക്ഷെ അയാൾക്ക് ജുമയൊന്നും ഇല്ലാന്ന്. പിന്നെ ബാക്കിയുടെ കഥ പറയണ്ടല്ലോ. നേരെ മറിച്ച് ആ ഡോക്ടർ, ഒരു മുസ്ലിം ഡോക്ടർ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഡോക്ടർ, അങ്ങനെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് രോഗികൾക്ക് തോന്നിയാൽ കുറച്ച് സമയം അയാൾ നിസ്കരിക്കാൻ പോയിട്ട് സമയം വൈകിയാലും ആ ഡോക്ടർക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഡോക്ടർ നല്ലൊരു ഭക്തനാണ്, കൈപുണ്യം. ആ മുസ്ലിങ്ങൾ വരെ ആരെടുത്തിട്ട് വരും, അത് നല്ലൊരു ഡോക്ടറാണ്, മുസ്ലിം പേരിൽ അറിയപ്പെടാം എന്നുള്ള ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് 4 ആളെ പരിശോധിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കുകയാണ്, ദുനിയാവ് ഉണ്ടാക്കാൻ നോക്കുക.
ഡോക്ടർ എന്ന് പറയുന്നത് എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. ഏത് ഫീൽഡിലും, ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ആരാണെങ്കിലും തീരെ ശ്രദ്ധിക്കാത്തവരും. സഹോദര, ചിന്തിക്കണം. വെറും പണമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം, അത് സൂക്ഷിച്ചു വെക്കുക, അതിന്റെ വർധനവിൽ സന്തോഷിക്കുക, അതിങ്ങനെ ഇടക്കിടക്ക് കണക്ക് നോക്കുക, അതിൽ വല്ലാതെ സന്തോഷിക്കുക. സന്തോഷിക്കുന്നതിനും കണക്ക് നോക്കുന്നതിനും സൂക്ഷിച്ചു വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടുന്നതിലും ഒരു തടസ്സമാകാൻ പാടില്ല. അപ്പൊ നമുക്കൊരു കട ഉണ്ടെങ്കിൽ ജുമാക്ക് കുറച്ച് നേരത്തെ പോകാൻ ഒന്ന് ഷട്ടർ താഴ്ത്താൻ നിൽക്കുമ്പോഴേക്കാണ് 4 ആൾ വരും. ഇതിന്റെ സ്വഭാവമാണ്. ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചിലപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ കുറേ സമയം, ഇപ്പോൾ ഇവിടെ നമ്മളെ കൂട്ടിലങ്ങാടി ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിൽ രാവിലെ വന്നിട്ട് ചിലപ്പോൾ 10 മണി വരെ ഇരുന്നുണ്ടാവും, ആരും വിളിച്ചിട്ടുണ്ടാവില്ല. 10 മണിക്ക് വിളിച്ചു ഒരു പള്ളിപ്പുറം, 10 മണിക്കൊരു പള്ളിപ്പുറം, 7 മണിക്ക് സ്റ്റാൻഡിൽ വന്നിട്ട് 10 മണിക്കാണ് ഒരു ട്രിപ്പ് കിട്ടുന്നത്. അവൻ പള്ളിപ്പുറത്തേക്ക് കിടക്കട്ടെ. പള്ളിപ്പുറത്തേക്ക് ആ റോഡിന് തിരിഞ്ഞപ്പോൾ വേറെ ആൾ വിളിക്കുകയാണ്, ഇവിടെ അർജന്റായിട്ട് വരാണ്, നമുക്ക് പരപ്പനങ്ങാടിക്ക് ഒന്ന് പോകാമായിരുന്നു. അപ്പൊ ഇയാൾക്കുണ്ടാ ഒരു പീരാണ്, ഇതുവരെ അവൻ എവിടെയായിരുന്നു. ഈ പള്ളിപ്പുറത്തേക്ക് കയറിയ ആളെ ഇവിടെ ഇറങ്ങിക്കോ, എനിക്ക് ഇതിലേറെ വലിയ ട്രിപ്പ് കിട്ടിയെന്ന് പറയാൻ വയ്യ. ഇയാളെ പള്ളിപ്പുറത്ത് ഇറക്കി വരുമ്പോഴേക്ക് ചിലപ്പോ ഈ പരപ്പനങ്ങാടി എന്തായും നഷ്ടപ്പെടും. അവസാനിച്ച് വേറെ വണ്ടി വിളിച്ചോ, മനസ്സിലാകെ ടെൻഷനായി ഇങ്ങനെ പോകുമ്പോഴേക്കാരം വേറെ എടുത്തന്റെ വിളി, കോട്ടയ്ക്ക് ഒന്ന് പോകുന്നു, പെട്ടെന്ന് മാറ്റി ഒരുങ്ങി നിൽക്കണം. ഇതുവരെ ആരും വിളിച്ചില്ല. ഇതേപോലെയാണ് നമ്മൾ ഇപ്പൊ ജമാഅത്ത് നിസ്കാരത്തിന് കടിയുമെന്നാണ് ഇറങ്ങിപ്പോണെന്ന് കയറി അപ്പൊ ഒരാൾ, അപ്പൊ നമുക്ക് തോന്നിപ്പോ എന്ത് എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നോക്കൂ. നിങ്ങൾ സമ്പത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുകയും വെറും അതിന്റെ പേരിൽ മാത്രം നമ്മുടെ സമയം ചെലവഴിച്ചു. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്, അള്ളാഹുവിനുള്ള ഹക്കില്ല. രോഗിയെ സന്ദർശിക്കാൻ അവരെ കാണൂല, മരിച്ചെടുത്ത് അവരെ കാണൂല, നല്ല കാര്യങ്ങൾക്കൊന്നുമില്ല, കുടുംബബന്ധം അവർ ചാർത്തൂല, സമയമില്ല. അങ്ങനെ ഒരു ഓട്ടാണ്. ആ ഓട്ടത്തിന്റെ ഇടയിൽ എപ്പോഴോ ഒരു വേദന പോയി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഉണ്ടാക്കി വെച്ചതൊക്കെ വെറുതെ. പിന്നെന്തായി അവസാനം? നമ്മുടെ ശരീരത്തിലെ മാംസങ്ങൾ പുഴുക്കൾക്കാണ്, അസ്ഥികൾ അത് മണ്ണിനുള്ളതാണ്, മുതലാകട്ടെ അനന്തരാവകാശികൾക്കുള്ളതാണ്. റൂഹ് അത് പിടിക്കുന്ന ആത്മാവ് അത് പിടിക്കുന്ന മലക്കിനുള്ളതാണ്. ഇനി അമലുകളാണുള്ളത്. ആ അമലുകൾ നമ്മൾ വേറെ ആർക്കും കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ആർക്കൊരു ബാധ്യത ഉണ്ടാക്കണ്ട, ആരെയും ദ്രോഹിക്കണ്ട. അപ്പൊ അമലുകളൊക്കെ അവർക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ വിജയം നേടണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ആയത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം തുടങ്ങുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അല്ലാഹു തആല നമുക്ക് അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, لا إله إلا الله، 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 لا إله إلا الله. أستغفر الله العظيم، 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 أستغفر الله العظيم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد
والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അല്ലാഹുവേ വിശുദ്ധ ഖുർആന്റെ മജ്‌ലിസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ മഹത്വം കാരണം അല്ലാഹുവേ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പുണ്യനബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. ഹിദായത്ത് നൽകണേ റഹ്മാനെ. പാപഭംഗിരമായ ജീവിതമാണ് അല്ലാഹുവേ. ഞങ്ങളുടെ തെറ്റുകളൊക്കെ പൊറുക്കണേ റഹ്മാനെ. ഒരിക്കലും നാളേക്ക് നീട്ടിവെക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളെ ഞങ്ങളോട് നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കളുടെയൊക്കെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ നീ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ആരോഗ്യം. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കാര്യങ്ങളൊക്കെ സ്വന്തം നിലക്ക് ചെയ്യാനുള്ളൊരവസരം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാ ആഫത്തും മുസീബത്തുകളെ തൊട്ടും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങളുടെ കുട്ടികൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രൂപത്തിൽ ഞങ്ങളെ കിടത്തല്ല റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത വേദനകൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. എത്രയോ ആളുകൾ ക്യാൻസർ പോലത്തെ രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്. ആശ്വാസം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിക്കൽ ഹൈറാണെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മരിക്കൽ ഹൈറാകുന്ന സമയത്ത് പൂർണ്ണ ഈമാനിൽ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രണ്ട് ജീവിതത്തിലും ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ റഹ്മാനെ. ഈ സദസ്സിലുള്ളവരുടെ കച്ചവടങ്ങളിലും മറ്റു എല്ലാ മേഖലകളിലും ബർക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഇതുപോലെ നാളെ ജന്നാത്തുൽ നഈമിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ ക്ലാസ് റൂം വഴിയും മറ്റും ഇതൊക്കെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ, വിദേശത്തുള്ളവർ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് പ്രയാസങ്ങൾ വരുന്ന രൂപത്തിലുള്ള നിയമങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ ആരാണെങ്കിലും അല്ലാഹുവേരുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ഒരിക്കലും ശിക്ഷിക്കല്ല റഹ്മാനെ. വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണേ റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആറടിമണ്ണ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഒരു സമയത്ത് ഞങ്ങളും ആ ഒരവസ്ഥയിലെത്തി ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ. ഖബർ ശിക്ഷയെത്തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. തബാരക സൂറത്ത് രക്ഷയ്ക്കുള്ളവരുമെന്ന് പുണ്യനബി പഠിപ്പിച്ചു. അത് ഓതുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതുന്നത് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അർശിന്റെ നിഴൽ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഹൗദുൽ കൗസർ നൽകണേ റഹ്മാനെ.